അതുപോലെ തന്നെ ഏകദേശം ഒരു സോഫമേൽ ഇരുന്ന് പോകുന്നത് പോലെ തന്നെ ഈ ഒരു പിലിയൻ റൈഡറിന് സുഖമായിട്ട് ഇരുന്ന് പോകാനും പറ്റും. അതുകൂടാതെ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസും ബോക്സുമാണ് ഈ വണ്ടിക്ക് വന്നത്. ഒന്ന് ഇവിടെ, പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒന്നുണ്ട്, പിന്നെ ഈ ഒരു സൈഡിലും ഒന്നുണ്ട്. ഏകദേശം 112 ലിറ്റേഴ്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അതുപോലെ തന്നെ പിലിയൻ സീറ്റിൻ്റെ ഈ ഒരു സൈഡിലും ഈ ഭാഗത്തും ആയിട്ട് നിങ്ങൾക്ക് സ്പീക്കർ സിസ്റ്റം ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു ബട്ടനാണ് നിങ്ങളുടെ പിലിയൻ സീറ്റിൻ്റെ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് അമർത്തുന്നത്. അതുപോലെ തന്നെ ചില വണ്ടികളിൽ വരുന്നത് പോലെ സെൻട്രൽ ലോക്ക് ഫംഗ്ഷൻ പോലും ഈ ഒരു ബൈക്കിന് ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ നോക്കിയിട്ടാണ് നിങ്ങൾ ബോർഡ് മാറ്റുന്നത്. പിന്നെ ഇത് നിങ്ങളുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഏകദേശം ഹൈ എൻഡ് വണ്ടികളിൽ കണ്ടുവരുന്ന ഒരു ഫംഗ്ഷനാണ് ഈ മെമ്മറി ഫംഗ്ഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടനാണ് നിങ്ങൾ ഹൈ ബീം അഡ്ജസ്റ്റ് ചെയ്യാനും പാസ് ലൈറ്റുമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻസ് കാണാം. ഇവിടെ ഹെഡ്ലൈറ്റ്, ഇവിടെ ഹസാർഡ് ലൈറ്റ്. ഇതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുകൊണ്ടാണ് നിങ്ങൾ വിൻഷീൽഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റർ, അതുകൂടാതെ തന്നെ ഹോണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് റിവേഴ്സ് ഗിയർ കൂടെ ഉണ്ട്. ഇത് നിങ്ങളുടെ അഡീഷണൽ ഫോഗ് ലാംപ്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടനാണ്. അതുപോലെ തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് സിസ്റ്റമാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ഈ ഒരു വണ്ടിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 26.5 ലിറ്റേഴ്സ് ആണ്. പിന്നെ ഏകദേശം 14 to 18 km/ലിറ്റർ മൈലേജും ഈ ഒരു വണ്ടിക്ക് കിട്ടും. അപ്പം ഈ ഒരു വണ്ടിൻ്റെ സെഗ്മെൻറ്റ് റൈവൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാർലി ഡേവിഡ്സൻ്റെ CEO അതുപോലെ തന്നെ ഇന്ത്യൻ റോഡ് മാസ്റ്റർ ആയിരുന്നു ഇതിൻ്റെ സെഗ്മെൻറ്റ് റൈവൽസ്. എന്നാൽ ഈ രണ്ട് വണ്ടികളും നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ളതല്ല. പിന്നെയുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ സെഗ്മെൻറ്റ് റൈവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹോണ്ടയുടെ ഗോൾഡ് വിങ് ആണ്. 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതും ഒരു 8 സ്പീക്കർ അടക്കുന്ന സ്റ്റീരിയോ സിസ്റ്റം, റിവേഴ്സ് ഗിയറും, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വണ്ടിയാണ് ഈ BMW K1600 എന്ന് പറയുന്നത്. ഏതാനും വിരലിൽ എണ്ണാവുന്ന അത്ര മാത്രമേ ഈ ഒരു K1600 ഗ്രാൻഡ് അമേരിക്ക വേരിയൻറ്റ് നമ്മുടെ നാട്ടിലുള്ളൂ. അതുകൂടാതെ തന്നെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ K1600 ഗ്രാൻഡ് അമേരിക്കയാണ് ഈ ഒരു ബൈക്ക്. ഈ ഒരു വണ്ടിൻ്റെ വില എത്രയാണെന്നല്ലേ? അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ വില എന്ന് പറയുന്നത് വെറും 42 ലക്ഷം രൂപ മാത്രമാണ്.